Students, February 2024 മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്കതല്ലേ ക്വസ്റ്റ്യൻ നമ്പർ നമ്മുടെ ഡിസൊല്യൂഷൻ പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 16 ഇതിൽ 3 പാർട്ട്നേഴ്സ് റേഷ്യോ 2:2:1. ദെൻ നമുക്ക് അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റിൻ്റെ ഫസ്റ്റ് അസറ്റ് സൈഡ് ബാങ്ക് ഉണ്ട്, അതുപോലെ സ്റ്റോക്ക്, ഡെറ്റ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ അസറ്റ് സൈഡുകളിലെ ക്യാഷ് അറ്റ് ബാങ്കിനെ മാറ്റി നിർത്തുക. അതിനെ മാറ്റിയിട്ട് ബാക്കി ഓരോ അസറ്റുകളുടെയും ഇൻഡിവിജ്വൽ വാല്യൂവിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ലയബിലിറ്റി സൈഡ് ചെക്ക് ചെയ്യുക. അതിൽ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രം സെലക്ട് ചെയ്യുക. എക്സ്റ്റേണൽ ലയബിലിറ്റി മീൻസ് നമ്മൾ ഈ ഫേം പുറത്ത് ആർക്കെല്ലാം എമൗണ്ട് കൊടുത്ത് തീർക്കാനുണ്ടോ, നമുക്ക് ലയബിലിറ്റി ഉണ്ടോ, അത് മാത്രം ചെക്ക് ചെയ്യുക, അത് മാത്രം ഇവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എക്സ്റ്റേണൽ ലയബിലിറ്റീനെ ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഈ ലയബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ് ഒന്ന് റിസർവ് ആണ്, നമുക്കറിയാം. അത് എപ്പോഴും പോകേണ്ടത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നുള്ളത് അവരുടെ ക്യാപിറ്റൽ ബാലൻസുകൾ, ഇതും പോകേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യണം എമൗണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് ലയബിലിറ്റി ട്രാൻസ്ഫർ. ദെൻ തേർഡ് സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കണം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് അസറ്റ് റിയലൈസ്ഡ്, അതായത് ഇത്രയും അസറ്റുകൾ നമുക്ക് വിറ്റ് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് സ്റ്റെപ്പായിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഈ കിട്ടിയ എമൗണ്ടുകൾ ആഡ് ചെയ്ത് ഇൻഡിവിജ്വൽ ഐറ്റംസ് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യാം. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് നമ്മൾ എന്തെല്ലാം എമൗണ്ട് കൊടുക്കാനുണ്ടോ അതെല്ലാം കൊടുത്തു തീർക്കുക. അപ്പോൾ ഇതിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ട്, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് എടുത്തുമ്പോൾ ജേണൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലേക്ക് ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുക. എമൗണ്ട് നോട്ട് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ ഒറിജിനൽ എമൗണ്ട് വന്നിരിക്കുന്നത് 8,000 ആണ്. അതിൽ നിന്നും 10% മൈനസ് ചെയ്യും. 10% പറയുമ്പോൾ 800 കിട്ടും. അപ്പോൾ 8,000 മൈനസ് 800, 7,200 ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുക. ദെൻ റിയലൈസേഷൻ എക്സ്പെൻസ് അത് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2,800 റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റുകൾ കൊടുത്തു തീർത്തു. ഈ ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ദർ വാസ് ആൻ അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ₹5,000 വിച്ച് വർ ടേക്കൺ ബൈ അബു. അതായത് അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അൺറെക്കോർഡ് അസറ്റുകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് തരുന്ന ക്വസ്റ്റിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത അസറ്റുകളെ പറയും അൺറെക്കോർഡ് അസറ്റ് എന്ന് പറയും. ക്വസ്റ്റ്യൻ തരുന്ന ലയബിലിറ്റികൾ ഇല്ലാത്ത ലയബിലിറ്റികളെ പറയും അൺറെക്കോർഡ് ലയബിലിറ്റീസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് തന്നിട്ടില്ല, പക്ഷെ അത് പാർട്ട്ണർ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ അബൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് അവിടെ നോട്ട് ചെയ്യുക ക്രെഡിറ്റ് സൈഡിലായിട്ട്. നെക്സ്റ്റ് നമുക്ക് റിയലൈസേഷൻ പ്രിപ്പറേഷൻ. സോ ഫസ്റ്റ് ട്രാൻസ്ഫർ ഓൾ ദി അസറ്റ് ടു ഡെബിറ്റ് സൈഡ് എക്സെപ്റ്റ് നമ്മുടെ ബാങ്ക് ബാലൻസ്. ക്രെഡിറ്റ് സൈഡ് ട്രാൻസ്ഫർ ദി എക്സ്റ്റേണൽ ലയബിലിറ്റി ക്രെഡിറ്റർ 8,000. ദെൻ തേർഡ് സ്റ്റെപ്പ് അസറ്റുകൾ റിയലൈസ് മീൻസ് അത് നമുക്ക് വിറ്റ് പൈസ എടുക്കാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടാണ്, സോ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ വിറ്റ് എമൗണ്ട് 51,500. നെക്സ്റ്റ് നമ്മൾ ലയബിലിറ്റീസിന് പേയ്മെൻറ്റ് എടുക്കുക ടു ബാങ്ക് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് വന്നിരിക്കുന്നത് 10% ഡിസ്കൗണ്ടാണ്, അതായത് 10% കുറച്ച് കൊടുത്താൽ മതി അവർക്ക്. അപ്പോൾ 8,000 മൈനസ് 800 ബാക്കി 7,200 പേയ്മെൻറ്റ് എടുക്കുക. റിയലൈസേഷൻ എക്സ്പെൻസ് ടു ബാങ്ക് അക്കൗണ്ട് 2,800. പിന്നെ ലാസ്റ്റ് പറയുന്നത് ഏതെങ്കിലും പാർട്ട്നേഴ്സ് അസറ്റുകൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അബു ഒരു അസറ്റ് കൊണ്ടുപോകുന്നുണ്ട്, അതൊരു അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ക്വസ്റ്റിന് പറയാത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ നേരെ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തേക്കുക. അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജേണൽ എൻട്രി വന്നിട്ടുണ്ട് അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ. നമ്മളിവിടെ അബൂസ് ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തെന്നാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മുടെ അയാളുടെ നമുക്ക് സ്ഥാപനത്തിൽ കുറഞ്ഞ് കിട്ടി. കാരണം ഒരു 5,000 അസറ്റ് അയാൾ കൊണ്ടുപോകുന്നുണ്ട്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് 64,500 വരുന്നുണ്ട്, അതാണ് കൂടുതൽ. ടോട്ടലാക്കി ഡിഫറൻസ് കിട്ടി. ക്രെഡിറ്റ് സൈഡ് കൂടുന്ന പ്രോഫിറ്റാണ്, നമ്മളെ പ്രോഫിറ്റിനെ പറയും റിയലൈസേഷൻ പ്രോഫിറ്റ് എന്ന് പറയും. അടുത്ത സ്റ്റെപ്പ് ഈ പ്രോഫിറ്റിനെ തന്നിരിക്കുന്ന റേഷ്യോയിൽ 3 പാർട്ട്നേഴ്സിനും 2:1 റേഷ്യോ ഡിവൈഡ് അവിടെ ഇട്ടേക്കുക. എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ ആൻഡ് സിസ് ക്യാപിറ്റൽ. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ബാലൻസ് 20, 8,000, 4,000. അടുത്തത് റിയലൈസേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ട് റിയലൈസേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക 5,800, 5,800 ആൻഡ് 2,900. നെക്സ്റ്റ് റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 2:1 റേഷ്യോയിൽ. ഇതിൽ ഡെബിറ്റ്സിലുള്ള ഐറ്റം വരും ടു റിയലൈസേഷൻ അക്കൗണ്ട് പറഞ്ഞിട്ട് അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ എൻട്രി അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബൈ അബൂസ് ക്യാപിറ്റൽ. അപ്പോൾ ആ ജേണലിൻ്റെ പറഞ്ഞത് അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോഴാണ് അബൂസ് ക്യാപിറ്റൽ നമ്മൾ റിയലൈസേഷനിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ബാലൻസ് ചെയ്യുക.
പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്, അതുപോലെ തന്നെ റിയലൈസേഷൻ പ്രോഫിറ്റ്, ദെൻ റിസർവ്, ഡെബിറ്റ് സൈഡ് റിയലൈസേഷൻ അക്കൗണ്ട്, ദെൻ ഡിഫറൻസ് ടു ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക 24,800, 7,800 ആൻഡ് 8,900. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്, ദെൻ റിസിപ്റ്റ് സൈഡിൽ നമ്മുടെ അസറ്റുകൾ റിയലൈസ്ഡ് എമൗണ്ട്, റിയലൈസേഷൻ എമൗണ്ട് 51,500, ദെൻ പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ എക്സ്പെൻസസ്, റിയലൈസേഷൻ അക്കൗണ്ട് ദറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ്, ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എമൗണ്ട് സെറ്റ് ഓഫ്. ലിസൺസ് ചിൽഡ്രൻ, അപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് വന്നാൽ സാധാരണ നമ്മൾ ക്യാഷ് ബുക്ക് പോലെ തന്നെ അതിൻ്റെ റിസിപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും, റിസിപ്റ്റ് സൈഡിൽ കിട്ടിയ എമൗണ്ടെല്ലാം നോട്ട് ചെയ്ത് ബാങ്ക് ബാലൻസ് കൂടിയത്, പേയ്മെൻറ്റ് സൈഡിൽ ബാങ്കിൽ നിന്ന് പോയ എമൗണ്ടെല്ലാം നോട്ട് ചെയ്തേക്കാം. ലാസ്റ്റ്ലി നമുക്ക് അക്കൗണ്ട് ടാലി ആവണം, 61,500 വെച്ചിട്ട് ടാലി ആവും.